ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിലെ ലേക്ക് ഡിസ്ട്രിക്റ്റിലുള്ള ലേക്ക് അക്വേറിയം കാണാൻ പോകുന്ന വീഡിയോ ആണ്. അപ്പം നമ്മൾ ഇവിടുന്ന് ട്രെയിൻ കയറിയിട്ട് വേണം നമ്മൾ അക്വേറിയം കാണാൻ പോകാൻ വേണ്ടിയിട്ട്. അപ്പം ഞങ്ങൾ ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. ഉറക്കം കഴിഞ്ഞ് എണീറ്റ് ഫേസാണ് കേട്ടോ. ഇത് ചാരിറ്റബിൾ ബുക്സ് ആണ്. നമുക്ക് നമ്മുടേതായ ഒരു എമൗണ്ട് ചാരിറ്റി ആയിട്ട് കൊടുത്തിട്ട് നമുക്ക് ബുക്ക് എടുക്കാവുന്നതാണ്. അതിപ്പോൾ എത്രയായാലും കുഴപ്പമില്ല കേട്ടോ. ഇതാണ് സ്റ്റേഷൻ. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ട്രെയിൻ കയറിയാണ് നമ്മൾ അക്വേറിയം കാണാൻ പോണത്. അപ്പം നമ്മുടെ ട്രെയിൻ വന്നു കഴിഞ്ഞു. ഒരു 15 to 20 മിനിറ്റ്സേ ഉള്ളൂ ഒരു ഈ ട്രെയിനിലെ ജേർണി എന്ന് പറയുന്നത്. സ്റ്റീം ട്രെയിൻസ് ആണ് ഇവിടെ ഉള്ളത്. അതിൻ്റെ ഒരു സ്റ്റീമാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ ട്രെയിൻ പോകുമ്പോൾ ആ സ്റ്റീം ഇങ്ങനെ വരുന്നതാണ് ഈ വീഡിയോയിൽ കാണുന്നത്. ഇതാണ് നമ്മുടെ അക്വേറിയം. നമ്മൾ അക്വേറിയം റീച്ചായി. അപ്പോൾ ഇതിൻ്റെ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത് ഇത് ഓപ്പൺ ചെയ്തത് 1997 അപ്പോൾ ഇതൊരു അക്വേറിയം ഓഫ് ലേക്സ് എന്നായിരുന്നു. പിന്നീട് 2008 അത് റീബ്രാൻഡ് ചെയ്തിട്ട് ലേക്ക് അക്വേറിയം എന്ന നെയിമിലേക്ക് അവർ റീബ്രാൻഡ് ചെയ്തെടുക്കുകയായിരുന്നു. ഇതൊരു 1 to 1.5 hours നമുക്ക് കണ്ടു തീർക്കാവുന്ന അത്രയും ചെറിയ ഒരു അക്വേറിയമാണ്. ഈ അക്വേറിയത്തിൽ ഒത്തിരി ക്രീച്ചേഴ്സ് ഉണ്ട്. ലൈക്ക് ലോക്കൽ ഫ്രഷ് വാട്ടർ എന്നും അതുപോലെ തന്നെ മറൈൻ ഫിഷസും അതുപോലെ തന്നെ റെപ്പറ്റൈൽസും ഒക്കെ അതിനകത്തുണ്ട്. പിന്നെ അണ്ടർ വാട്ടർ ടണലുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു മെയിൻ പ്രത്യേകത. ചെറുതാണെങ്കിലും നമുക്ക് നല്ല അത്യാവശ്യം ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതൊരു ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ആനിമൽ ആയിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു. അവരുടെ ഒരു ആക്ഷൻസും കാര്യങ്ങളൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആണ് കേട്ടോ അവര്. ഇത് അവരെ ഫീഡ് ചെയ്യുന്ന ട്രെയിനറാണ് കേട്ടോ. അപ്പോൾ പുള്ളിക്കാരത്തി ഫീഡ് ചെയ്യുന്ന ഒരു വേ ഓഫ് സ്റ്റൈലൊക്കെ നമുക്ക് കാണിച്ചു തരും. അപ്പോൾ ആ പുള്ളിക്കാരത്തിയോട് കോപ്പറേറ്റ് ചെയ്യുന്ന രീതിയും അതുപോലെ തന്നെ ഭയങ്കര രസമാണ് കാണാമായിരുന്നു. അപ്പോൾ ഇവിടെ ആയിരുന്നു കുറച്ച് തിരക്ക് കൂടുതൽ. കാരണം കുട്ടികളും മുതിർന്നവരും കൂടുതലും ഉണ്ടായിരുന്നത് ഈ ആനിമല് കാണാൻ വേണ്ടിയിട്ടായിരുന്നു. ഇതൊരു ബോൾ പോലെ നമ്മൾ അതിലിങ്ങനെ ചെന്ന് നന്നായി ഉള്ളിലേക്ക് ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ മാത്രം അതിനുള്ള ഫിഷ് കാണാൻ പറ്റും. അങ്ങനെയായിരുന്നു. ഈ ഒരു പാട്ട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു കേട്ടോ. നമ്മുടെ ഉറുമ്പുകൾ ജസ്റ്റ് അവരിങ്ങനെ ഒരു ത്രെഡുമൊക്കെ ഇങ്ങനെ ഒരു ഇതിൽ ഇങ്ങനെ കടത്തി വിട്ടുകൊണ്ടിരിക്കും. അവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അവരവരുടേതായ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്ത് എനിക്ക് തോന്നുന്നു ഒരു ഉറുമ്പ് ഇങ്ങനെ ഇല എന്തോ മറ്റോ ഇങ്ങനെ എടുത്തിട്ട് പോകണ കാണാൻ നല്ല രസമാണ്.
ഇത് നമ്മുടെ അണ്ടർ വാട്ടർ ടണലിൻ്റെ ഒരു ഏറ്റവും മുകളിലത്തെ ഒരു പോർഷനാണ് കേട്ടോ. ഈ ടണലിലേക്ക് ഇറങ്ങുന്നത് ഒരു കപ്പലിൻ്റെ ഒരു രീതിയിൽ അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ടണലിലേക്ക് ഇറങ്ങുന്നത് ഈ എൻട്രൻസ് വഴിയാണ് ഇറങ്ങണേ. അപ്പോൾ ഇതാണ് ഒരു ചെറിയ പോർഷനേ ഉള്ളൂ ആ ടണൽ, പക്ഷെ കുഴപ്പമില്ല, നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.